വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് 800 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിലാണ്. ഈ വില്ല പ്രൊജക്റ്റിനുള്ളിലായി 4.25 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും 3 കാർ പാർക്കിംഗ് സൗകര്യവുമായി നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു വീട്ടിൽ നിന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും എല്ലാം തന്നെ ഒരു 20 മിനിറ്റ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ വീടിൻ്റെ എലിവേഷനിലേക്ക് വരാം. കോമ്പിനേഷൻ എലിവേഷനിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ സ്ലോപ്പിംഗ് റൂഫിനോട് ചേർന്ന ഭാഗത്ത് ബ്രിക്ക് ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ബ്രിക്ക് ഡിസൈനുള്ള ടെക്സ്ചർ പെയിൻറ് നൽകി അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിഡിൽ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ പെയിൻ്റ് ആണ് നൽകിയിരിക്കുന്നത്. അവിടെയും അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ബാൽക്കണിയുടെ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ടെക്സ്ചർ പെയിൻറ് വർക്കുകളും ബാൽക്കണിയുടെ വുഡൻ ടെക്സ്ചറിലുള്ള സീലിംഗ് വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റും ഹാൻഡ് റെയിലും അതുപോലെ തന്നെ പില്ലറിൽ കൊടുത്തിട്ടുള്ള ക്ലാഡിംഗ് ടൈലുമാണ് ഭംഗി നൽകുന്നത്. 15 വില്ലകളോളമുള്ള ഈ ഒരു വില്ല പ്രൊജക്റ്റിൽ ഇന്റേണൽ റോഡ് 3.7 മീറ്ററോളമാണ് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് റോഡിലുടനീളം വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ ലാറ്ററൈറ്റ് ഡിസൈനിലാണ് ടെക്സ്ചർ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ 4-വേ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറിലും ടെക്സ്ചർ വർക്കുകൾ നൽകിയാണ് ഈ ഒരു കോമ്പൗണ്ട് വാൾ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസിലേക്ക് വന്നാൽ 5.5 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റും നൽകി ഗേറ്റിൻ്റെ പില്ലറിൽ ലൈറ്റ്സും ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് കൊടുത്തിട്ടുള്ളത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലായിട്ടാണ് ഉള്ളത്. 15 അടിയിലേറെ നീളവും 13 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിനുള്ളത്. ഈ ഒരു കാർ പാർക്കിങ്ങിൻ്റെ സെൻട്രൽ പോർഷനിൽ കോബിൾ സ്റ്റോൺ ആണ് നൽകിയിരിക്കുന്നത്. 2 സൈഡിലുമായി നൽകിയിരിക്കുന്ന പില്ലറിന് ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈസ്റ്റ് സൈഡാണ് ഈ ഒരു ഭാഗം. ഇവിടെ അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. കോമ്പൗണ്ട് വാളിൻ്റെ ഇന്റേണൽ സൈഡിലും ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 30 അടി നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മറ്റ് 2 കാർ പാർക്കിംഗ് സ്പേസുകൾ വരുന്നത്. ഈ ഒരു സൈഡിലേക്ക് വന്നാൽ വീടിൻ്റെ വോളിനോട് ചേർന്ന് തന്നെ ബോക്സ് ഷേപ്പിൽ മനോഹരമായ ഒരു ഗാർഡൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വോളിൽ ബ്രിക്ക് ഡിസൈനുള്ള ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് 2-വേ ലൈറ്റും വളരെ മനോഹരമായ ഒരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും ഇന്റേണൽ സൈഡിൽ കോമ്പൗണ്ട് വാളിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടും നാച്ചുറൽ പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഇവിടെയെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ഒക്കെ നമുക്ക് ഈ ഒരു സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3.5 അടിയോളമാണ് ഇവിടുത്തെയും വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 9.5 അടിയിലേറെ നീളവും 7.5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 3-4 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും ഒരു സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഷൂറാക്ക് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെയായിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നൽകിയിരിക്കുന്ന പില്ലർ ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് മനോഹരമായ ഒരു വാൾ ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മാഞ്ചിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. സിംഗിൾ ഡോർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് 2 ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. സ്ട്രോങ് ആയ ഒരു ലോക്കിനോടൊപ്പം തന്നെ ബ്ലാക്ക് കളറിലുള്ള ഒരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ലിവിംഗ് സ്പേസ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്.
14.5 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്ക് 4 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് സ്പേസിന്റെ റൂഫിംഗിലേക്ക് വന്നാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ അത്യാവശ്യം സ്ട്രിപ്പ് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റും വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വൈറ്റ് കളറിലുള്ള ലൂവേർഡ് ഡിസൈനാണ് പാനലിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു സ്ട്രിപ്പ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഈ ഒരു ഭാഗത്തായിട്ട് ഡക്കർ സ്പേസും വരുന്നുണ്ട്. ഇവിടെ എല്ലാം തന്നെ അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു പാനലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. ഒരു പൂജാ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് വളരെ മനോഹരമായ സീലിംഗ് ലൈറ്റും വാൾ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിന്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 16 അടിയോളം നീളവും 10 അടിയോളം വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. നോർത്തിലേക്കും സൗത്തിലേക്കും 3 ഡോർ വിൻഡോ നൽകി വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടാണ് ആദ്യത്തെ ഹാഫ് പോർഷൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ചെറിയ സ്പേസ് ഡബിൾ ഹൈറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ് നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ചെറിയ ഡെക്കർ സ്പേസും വരുന്നുണ്ട്. വാഷ് കൗണ്ടർ ബാക്ക് സൈഡിൽ ഹാഫ് പോർഷൻ മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ മുകൾ ഭാഗത്തായിട്ട് റെഡ് കളറിലുള്ള ക്ലാഡിംഗ് ടൈലും കൊടുത്തിട്ടുണ്ട്. മിററും ഹാൻഡ് വാഷിനുള്ള ഡിസ്പെൻസറും എല്ലാം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഒരു ക്രോക്കറി യൂണിറ്റും ഡക്കർ സ്പേസും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീട്ടിൽ വിഗാർഡിന്റെ വയേഴ്സും ലെഗ്രാൻഡിന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിരിക്കുന്നു. ഇതിന്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഗ്രേ കളറിലുള്ള ഒരു പാനലിംഗ് ആണ് ഫ്രണ്ടിലായിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന പാനലിംഗ് വർക്കിന്റെ ഈ ഒരു എൻഡിലായിട്ട് ഡക്കർ സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കംപ്ലീറ്റ് പാനലിംഗ് വർക്ക് വന്നിരിക്കുന്നത്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളും ഇവിടെ മനോഹരമായ 2 ഹാങ്ങിങ് ലൈറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് നമ്മുടെ ഈ ഓപ്പൺ കിച്ചൺ വരുന്നത്. 15 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ നോർത്തിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിങ്കും കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റ്സും 2 മനോഹരമായ ഹാങ്ങിങ് ലൈറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ വർക്ക് ഏരിയ വരുന്നത്. 20 അടിയോളം നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് അത്യാവശ്യം കൗണ്ടർ സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു വലിപ്പമുള്ള സിങ്ക് ലഭിക്കുന്നുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വർക്ക് ഏരിയയുടെ 2 എൻഡിലും ഡോർ നൽകിയിട്ടുണ്ട്. കൂടാതെ ഷീറ്റ് ഇട്ട് സൈഡൊക്കെ കവർ ചെയ്ത് തന്നെ എടുത്തിരിക്കുന്ന ഈ ഒരു വർക്ക് ഏരിയയുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണറിനും ഗ്രില്ലൊക്കെ നൽകി സേഫ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിന്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വളരെ മനോഹരമായി സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടി വരുന്ന ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാൾഡ്രോബിനുള്ളിലായി ഒരു മിററും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് ഒരു സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട്. ഈ ടേബിളിന്റെ മുകളിലായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും ഒക്കെ നൽകിയിട്ടുണ്ട്. ഡക്കർ സ്പേസിനുള്ളിലും സ്പോട്ട് ലൈറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും
ഒരു ബ്രഷ് ഹോൾഡറും മിററും നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റും ലെക്സസിന്റെ ഡൈവേർട്ടറുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ടൊരു സോപ്പ് ഹോൾഡറും ഇവിടെയായിട്ട് ഷാമ്പു ഹോൾഡറും നൽകിയിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ വുഡും MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് സ്ട്രിപ്പ് ലൈറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്ന സ്റ്റെയറിനോട് ചേർന്ന വോളിലായി 2 മനോഹരമായ വാൾ ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടെയായിട്ട് മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വിശാലമായ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. 21 അടിയിലേറെ നീളവും 11 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു അപ്പർ ലിവിംഗ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്രേ കളറിലുള്ള ലൂവേർഡ് ഡിസൈനിലാണ് പാനലിംഗ് വർക്ക് വന്നിരിക്കുന്നത്. കൂടാതെ വുഡൻ കളറിലാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സൈഡ് ടേബിളും താഴെയായിട്ടുള്ള സ്റ്റോറേജ് സ്പേസുമൊക്കെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്ത് ഈ ഒരു വോളിലായി മനോഹരമായ ഒരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ലിവിംഗ് സ്പേസിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. നോർത്ത് സൈഡിലായിട്ട് ഒരു ഗ്രില്ലും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഈ ഒരു വിൻഡോയിൽ നിന്ന് ലഭിക്കുന്നതാണ്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ ഉള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന്റെ ഡോറ് സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ സ്പേഷ്യസ് ആയ ബെഡ്റൂം വരുന്നത്. 25 അടി നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും 2 ഡബിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയിട്ടുള്ള ഈ സ്പേഷ്യസ് ആയ ബെഡ്റൂമിന്റെ ഈ ഒരു കോർണറിലായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ സ്പേഷ്യസ് ആയ ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടറും മിററും എല്ലാം നൽകിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ലെക്സസിന്റെ ഡൈവേർട്ടറാണ് വന്നിരിക്കുന്നത്. കൂടാതെ സെറയുടെ വാട്ടർ ക്ലോസറ്റ്, ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുമെല്ലാം ഈ ഒരു ബാത്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയും ഒരു ഹോൾഡർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടി നീളവും 12 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സീലിംഗ് ലൈറ്റോട് കൂടിയ ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വന്നിരിക്കുന്നത്. വാൾഡ്രോബിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു മിറർ വരുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ടൊരു സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. സൈഡ് ടേബിളിന്റെ മുകളിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഡെക്കർ സ്പേസും നൽകി സ്പോട്ട് ലൈറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ മിററും എല്ലാം നൽകിയിട്ടുണ്ട്. ലെക്സസിന്റെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റുമാണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈൽ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്ത് ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും എല്ലാം ഈ ഒരു ബാത്റൂമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ വിശാലമായ ബാൽക്കണി വരുന്നത്. 13 അടിയിലേറെ നീളവും 6.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ വുഡും MS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് ഹാൻഡ് റെയിൽ വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഗോൾഡൻ കളറും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറായിട്ട് വരുന്ന പില്ലറിന് ക്ലാഡിംഗ് ടൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറിൽ തന്നെയുള്ള സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സിലിണ്ടറിക്കൽ ലൈറ്റാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 800 മീറ്റർ, വിദ്യോദയ സ്കൂളിലേക്ക് 2 കിലോമീറ്റർ, കാക്കനാടേക്ക് 8 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്ക് 3 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 11 കിലോമീറ്റർ, കലൂരേക്ക് 15 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 4.25 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി റൂമും വർക്ക് ഏരിയയും ഉൾപ്പെടെയുള്ള ഈ ഒരു വീടിന് ബിൽഡർ ചോദിക്കുന്നത് 89 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും
കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും വേണ്ടി സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.